നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വഖഫ് നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള തീരുമാനത്തിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ വിവിധ മുസ്ലിം മതസംഘടനകൾ. വെള്ളിയാഴ്ച നിസ്കാര സമയത്ത് സർക്കാരിനെതിരെ പ്രചാരണം നടത്താനാണ് തീരുമാനം. സമസ്ത, EK സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വിഭാഗങ്ങൾ ഈ സമരത്തെ അനുകൂലിക്കുന്നു. എന്നാൽ എതിർ നിലപാടിലാണ് ഭരണപക്ഷത്തുള്ള INL. കാന്തപുരം വിഭാഗവും MESഉം നിയമനം PSCക്ക് വിടുന്നതിനോട് യോജിക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പള്ളികളെ സർക്കാർ വിരുദ്ധ പ്രചരണ കേന്ദ്രമാക്കാനുള്ള ലീഗ് ശ്രമം ചെറുക്കുമെന്ന നിലപാടിലാണിവർ. പള്ളിയെ പ്രതിഷേധവേദിയാക്കുന്നതിൽ സമസ്തയ്ക്കുള്ളിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പള്ളികളിൽ വേണോ രാഷ്ട്രീയം? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിട്ടതിലെ പ്രതിഷേധം പള്ളികളിൽ പറയുന്നതിൽ തെറ്റില്ലെന്നാണ് PMS സലാമിന്റെ അഭിപ്രായം. മതസംഘടനകൾക്കൊപ്പമാണ് ലീഗ്. പള്ളികൾ മതസംഘടനകൾ കീഴിലാണെന്നും KT ജലീലിന്റെ പ്രതിഷേധമായി കാണേണ്ടതില്ലെന്നുമായിരുന്നു സലാമിന്റെ അഭിപ്രായം. ആ ബൈറ്റ് കേൾക്കാം. ജലീലിന്റെ പ്രതിഷേധം ഒരു പ്രതിഷേധമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ വഖഫ് ബോർഡിലെ നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാർ കൈയിട്ടതിനെതിരായി ആദ്യം രംഗത്ത് വന്നത് കേരളത്തിലെ മതസംഘടനകളാണ്. കാരണം ഈ വഖഫ് പ്രോപ്പർട്ടീസ് മുഴുവൻ മതസംഘടനകളുടെ കയ്യിലാണ്, ലീഗിൻ്റെ കയ്യിലില്ല. ലീഗ് ഒരു വഖഫ് പ്രോപ്പർട്ടിയും കൈകാര്യം ചെയ്യുന്നില്ല, ഭരിക്കുന്നില്ല, ഒന്നുമില്ല. ഇതൊക്കെ മതസംഘടനകൾ, വിവിധ മതസംഘടനകളുടെയും മഹല്ല് കമ്മിറ്റികളുടെയും കീഴിലാണ് വഖഫ് പ്രോപ്പർട്ടികളുള്ളത്. അപ്പോൾ നീതിക്ക് വേണ്ടി നിൽക്കുന്ന, വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗിന് അത് കാണാതിരിക്കാൻ കഴിയില്ല. കാസർഗോഡ് നിന്ന് ബാബുരാജ് എന്ന പ്രേക്ഷകനാണ് എത്തുന്നത്. ശ്രീ ബാബുരാജ്, പള്ളികളിൽ അടുത്ത വെള്ളിയാഴ്ച സർക്കാരിനെതിരെയുള്ള പ്രചരണം തുടക്കം കുറിക്കാനാണ് ലീഗിന്റെയും ഒരു വിഭാഗം മുസ്ലിം മതസംഘടനകളുടെ തീരുമാനം. ഈ തീരുമാനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ പറയുന്നത് വെച്ചാൽ പള്ളികള്, ദേവാലയങ്ങള് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കണോ? അത് മാറ്റിവെച്ചുകൊണ്ട് അല്ലേ വേണ്ടത്? മുസ്ലിം ലീഗ് പുനരാലോചന നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം പറഞ്ഞാൽ മുസ്ലിം ലീഗിന് 5-6 കൊല്ലമായിട്ട് ഭരണമില്ലാത്തതിന്റെ വെപ്രാളത്തിലാണ് അവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മതം രാഷ്ട്രീയത്തിൽ കലർത്തരുത്. അതിന് തന്നെ രണ്ടും രണ്ടായിട്ട് കാണണമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ സർക്കാരിനെതിരെ ഒരുമിക്കും. മതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മതവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ അത് പള്ളികളിൽ പറയുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ്. പ്രത്യേകിച്ച് വിവിധ മുസ്ലിം മതസംഘടനകളുടെ നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്നെടുത്ത ഒരു തീരുമാനമാണ്. ഈ അഭിപ്രായമാണ് ലീഗിന്റേത്. അതെ സാറേ, ഞാൻ പറയട്ടെ, വഖഫ് ബോർഡിലേക്ക് PSC വഴി നിയമനം വിട്ടതുകൊണ്ടാണല്ലോ. ഈ പണ്ടെല്ലാം മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ തീരുമാനിക്കുന്നവർക്കാണ് അതിൽ നിയമനം കിട്ടുന്നത്. PSC വഴിയാകുമ്പോൾ ടെസ്റ്റ് എഴുതി പാസ്സായ പാവപ്പെട്ട ആളുകൾക്കും കിട്ടില്ലേ? അതല്ലേ നല്ലത്? PSC വഴി എന്തായാലും യോജിക്കുന്നില്ല. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ചാത്തന്നൂരിൽ നിന്നുള്ള രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം പറയാം. ഇതിന് സമാനമായ ചർച്ചകൾ മുമ്പും നമ്മൾ പൊതുവേദിയിൽ സംസാരിച്ചിട്ടുണ്ട്. സമാന്തര ഭരണകൂടങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പൊ പ്രത്യേക ഒരു സമുദായത്തെ കുറിച്ച് മാത്രം പറയുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സമുദായങ്ങളുണ്ടല്ലോ. എന്തിനാണ് ഈ സമാന്തര ഭരണകൂടങ്ങൾ? ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് ബോർഡിനകത്ത് നിന്നുകൊണ്ടുള്ള നിയമനങ്ങളാണ് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തൊഴിൽ ലഭിക്കുന്നതിനുള്ള അഭികാമ്യമായിട്ടുള്ള മാർഗങ്ങൾ. നമ്മൾ അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് നിയമങ്ങളെ കുറിച്ചൊക്കെ തന്നെ ബഹുമാന്യനായ വെള്ളാപ്പള്ളി പോലും സ്വാഗതം ചെയ്തു. NSSന്റെ ആയാലും SNDP ആയാലും അടക്കം ഇതിനെ സ്വാഗതം ചെയ്യുമെന്നാണ് നാം കരുതുന്നത്. അത് മുസ്ലിം സംഘടനയായാലും ക്രിസ്ത്യൻ സംഘടനയായാലും ഹിന്ദു സംഘടനകളായാലും സമാന്തര ഭരണകൂടങ്ങളുടെ കയ്യിൽ നിന്നും ഇതൊക്കെ തന്നെ സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, പണ്ട് നമ്മുടെ രാധാകൃഷ്ണന്റേതാണ് അഭിപ്രായം. മറ്റ് മലപ്പുറത്ത് നിന്ന് മുജീബ് റഹ്മാനാണ്. മുജീബ, ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്താണ്? അല്ല, വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിലൂടെ മുസ്ലിങ്ങൾക്ക് തന്നെയാണല്ലോ അതിന്റെ ഗുണം ലഭിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വാദം എന്താ വെച്ചാല് വിശ്വാസികൾക്ക് ഇതിന്റെ ഫലം ലഭിക്കില്ല എന്നുള്ളതാണ്. ഒരാള് വിശ്വാസിയാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗ് അല്ലല്ലോ. വിശ്വാസം ചോദ്യം നോക്കാനുള്ള അധികാരം മുസ്ലിം ലീഗിനുണ്ടോ? ഇത്രകാലവും പ്രധാനമായി എതിരാളികൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഏത് ഭരണം വരുമ്പോഴും ലീഗായിരുന്നു വഖഫ് ബോർഡ് നിയന്ത്രിച്ചിരുന്നത്, ലീഗിന് താല്പര്യമുള്ളവരെയാണ് നിയമിച്ചിരുന്നത് എന്നൊരു ആരോപണമാണ് എതിർഭാഗം ഉന്നയിക്കുന്നത്.
അത് ലീഗിന് അവരുടെ ഇഷ്ടക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് PSC നിയമനം, വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടരുത് എന്ന് അവർ പറയുന്നത്. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. തലശ്ശേരിയിൽ നിന്നുള്ള അജ്മലാണ്. അജ്മൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പള്ളികളെ ഈ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കുന്നത് ശരിയാണോ? പള്ളികൾ വേറെ, പള്ളിയിൽ മതം എന്താ പറയുക, രാഷ്ട്രീയത്തിന്റെ ഒരു സംഭവം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ വഖഫ് ബോർഡ് PSCക്ക് വിടുന്നതിൽ ഗുണമായിരിക്കാണ്, മുസ്ലിങ്ങൾക്കാണ്. അത് ലീഗുകാർക്ക് കൈയിട്ട് വരാൻ ഇനി കഴിയില്ല. അതാണ് എത്രയോ വഖഫ് ബോർഡിന്റെ ഇപ്പൊ തന്നെ കാസർഗോഡ് MLA, മഞ്ചേശ്വര MLA കമറുദ്ദീൻ എത്രയോ ഒരേക്കർ സ്ഥലം തന്നെ കൈവശം വെച്ചിട്ടുണ്ട് വഖഫ് ബോർഡില്. അത് ഇനി കൈയിട്ട് വരാൻ മുസ്ലിം ലീഗിന് കഴിയില്ല. അതുകൊണ്ടാണ് ഇതിന്റെ വെപ്രാളം. അതുകൊണ്ട് വഖഫ് ബോർഡിന്റെ നിയമം PSCക്ക് തന്നെ വിടണം. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടുന്ന തീരുമാനത്തോട് ശക്തമായി യോജിക്കുകയാണ് തലശ്ശേരിയിൽ നിന്നുള്ള അജ്മൽ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. കോട്ടയത്ത് നിന്നുള്ള രാജേന്ദ്രനാണ്. രാജേന്ദ്രൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ കോട്ടയം ജില്ലയിലെ പെരുവയിൽ നിന്നുള്ള രാജേന്ദ്രനാണ്. ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ശരി, പറയാം. ഇങ്ങനെ ഒരു വിവാദം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ മാറി മാറി ഭരിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവര് ഇതിനു മുമ്പ് UDF ഭരിക്കുമ്പോഴത്തേക്ക് PSC വഴിയാണ് നമ്മുടെ ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ അത് എന്തുകൊണ്ട് അവരിപ്പോഴത് ഇതിനെ ഈ രീതിയിൽ കാണുന്നു? ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. കോട്ടയത്ത് നിന്നുള്ള സജിയാണ്. സജി, ചർച്ച കേട്ട് കാണുമല്ലോ. ഈ വിഷയത്തിൽ സജിക്ക് എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയം ഒരു കാരണവശാലും ദേവാലയങ്ങളിൽ പാടില്ല. ശരിയായ ഒരു നടപടിയല്ല അത്. രാഷ്ട്രീയം വന്നു കഴിയുമ്പോൾ അവിടെ ദൈവമില്ലാതെ വരും. അവിടെ രാഷ്ട്രീയമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ഇതൊരു വലിയ, അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പൊ ഹിന്ദു ദേവാലയങ്ങളുണ്ട്, അവിടെയും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തുടങ്ങും. ദൈവത്തിനുള്ള ദൈവത്തിന്, സീസറിനുള്ള സീസറിന് അല്ലേ? അത് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്. അത് അല്ല, ഇപ്പൊ അതിന്റെ രീതിയിൽ കൂടെ പോവുക, അതാണ് അതിന്റെ ഏറ്റവും നല്ലത്. ശരി, മറ്റൊരു പ്രേക്ഷകനുണ്ട്. കാസർഗോഡ് നിന്നുള്ള ഹനീഫയാണ്. ഹനീഫ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിലെ നിലപാട്? വഖഫ് ബോർഡിന്റെ കാര്യങ്ങൾ ഈ PSCക്ക് വിട്ടത് ഏറ്റവും നല്ലതാണ്. മുസ്ലിങ്ങൾക്ക് എല്ലാ പാവങ്ങൾക്കുള്ള ഈ ജോലികൾ കിട്ടുമല്ലോ. പാവങ്ങൾക്ക് ജോലി കിട്ടട്ടെ. ലീഗ് പറയുന്നത് പക്ഷേ അത് ശരിയല്ല, അതിനകത്ത് ശരിയായ വിശ്വാസികൾ വരില്ല എന്നുള്ള പരാതിയൊക്കെയാണ് അവർ പറയുന്നത്. അത് ലീഗല്ലല്ലോ അത് തീരുമാനിക്കണ്ടേ. അത് ലീഗിന്റെ നേതൃത്വത്തിൽ വിവിധ മത സംഘടനകൾ ചേർന്നാണെന്ന് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയത്. ഇത് PSCക്ക് വിട്ടതാണ് ഏറ്റവും നല്ല ഉചിതം, നല്ല കാര്യമാണ്. ഈ സമസ്തയുടെ അഭിപ്രായവും മുജാഹിദ് വിഭാഗത്തിന്റെ അഭിപ്രായം ഒക്കെ അങ്ങനെ തന്നെയാണ്. അതെല്ലാം ലീഗിന്റെ ആളായിട്ട് പറയുന്നതാണ്, അതല്ലാതെ പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, ശരി, ലീഗിന്റെ ഒരു താല്പര്യത്തിലാണ് ഈ മതസംഘടനകൾ ഇങ്ങനെ അഭിപ്രായം പറയുന്നതെന്നാണ് കാസർഗോഡ് നിന്നുള്ള ഹനീഫയുടെ അഭിപ്രായം. മറ്റു പ്രേക്ഷകരുണ്ട്. കണ്ണനാണ്. കണ്ണൻ, എന്താണ് പറയാനുള്ളത്? സാറേ, ഈ ഒരു കാര്യം നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എന്നുവെച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും സുഖമായിട്ട് ജീവിക്കുന്ന ഒരു രണ്ട് വിഭാഗങ്ങളാണ് ഇന്ത്യൻ മുസ്ലിമും ഇന്ത്യൻ ക്രിസ്ത്യനും എന്ന് പറയുന്നത്. ഇവര് നമ്മൾക്ക് നേരത്തെ കൈവശം വെച്ച് അതായത് പാർട്ടിയുടെ രീതിയിലും അത് സമുദായത്തിന്റെ രീതിയിലും കൈകാര്യം ചെയ്ത് സുഖം അനുഭവിച്ചു പോകുന്നവരാ. വഖഫ് ബോർഡിന്റെ തന്നെ എന്തുമാത്രം സ്ഥലങ്ങൾ ഇപ്പോൾ ഓരോ വ്യക്തികളുടെ പേരിലേക്ക് കൈകടത്തി സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. ഇതിനെല്ലാം നേരത്തെ തന്നെ ഈ സമുദായത്തിൽ നിന്നും പ്രതികരണം ഉണ്ടാകുന്നതായിരുന്നു. ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ടവരുടെ കൈകളിൽ ആ ജോലി എത്തും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഏതായാലും ആരാധനാലയങ്ങളുടെ ഈ വിഷയത്തിൽ തീരുമാനം അല്ലെങ്കിൽ അവിടെ നിയമനം നടത്തുക PSCക്ക് വിടുന്ന തന്നെയാണ് നല്ലത്. അതല്ലേ താങ്കളുടെ അഭിപ്രായം? ഹലോ, കണ്ണൂരിൽ നിന്നുള്ള റഫീഖാണ്. റഫീഖ്, താങ്കളുടെ അഭിപ്രായം പറയാം. അതെ, അതായത് വെച്ചാൽ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ അറ്റപ്പേറാവകാശം ഇതുവരെ മുസ്ലിം ലീഗിന് കിട്ടിയിട്ടില്ല. ഈ 10 വർഷമായിട്ട് മുസ്ലിം ലീഗിന് ഭരണമില്ലാത്തതിന്റെ വെറുപ്പ് അത് എങ്ങനെയെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കുക, എന്നിട്ട് പള്ളികളിൽ ഒരു കലാപം ഉണ്ടാക്കുക, അത് ആ കലാപത്തിൽ നിന്ന് മുതലെടുക്കുക, രാഷ്ട്രീയത്തിന്റെ ഒരു ലീഗ് മാത്രമല്ല, സമസ്ത ഐക്യ വിഭാഗം, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വിഭാഗങ്ങളും ഇതേ അഭിപ്രായക്കാരാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തന്നെ സമസ്ത, മുസ്ലിം ലീഗിലെ ഒരു വിഭാഗമാണ് സമസ്ത. അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗം അത് മുസ്ലിം ലീഗാണ്. ഇന്ന് മുജാഹിദിന്റെ ഈ SDPI എന്ന് പറയുന്നത് മൊത്തം മുജാഹിദ്, ഞങ്ങളുടെ പ്രദേശത്തുള്ള അധികം SDPIന്റെ പ്രവർത്തകരും മുജാഹിദീങ്ങളാണ്, സുന്നികളായിരുന്നു. കൂടിയുണ്ട്. കൊല്ലത്തു നിന്നുള്ള മധുവാണ്. ശ്രീ മധു, താങ്കളുടെ അഭിപ്രായം എന്താണ്? മധു അല്ല, സോറി, മമ്മദാണ്. മമ്മദിന്റെ അഭിപ്രായം പറയാം. സാറേ, ഈ
ഇപ്പൊ തന്നെ വഖഫ് ബോർഡിന്റെ കീഴിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവര് മോഷണം നടത്തിയെടുത്തു. അത് 13,000-ഓളം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു എന്നാണ് പ്രാഥമികമായ ഒരു കണക്ക്. ഇവരുടെ കയ്യിലാണ് സാർ, ഈ മുസ്ലിം ലീഗിന്റെ കയ്യിലാണ്. അത് ആദ്യം പിടിച്ചെടുക്കണം. അത് വളരെ അധികം വിലയുള്ളതാണ്. ഏതാണ്ട് 1,200 കോടി വിലയുള്ള സ്ഥലങ്ങൾ ഇവരുടെ കയ്യിലാണ്. കേരളത്തിൽ 13,000 ഏക്കർ എന്ന് പറയുന്നത് ഒരിക്കലും അവഗണിക്കാൻ കഴിയുന്നല്ല. അത്ര വലിയ വിലയ്ക്ക് വരുന്ന ഭൂമിയാണ്. രണ്ടാമത്തെ കാര്യവും ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണം. രണ്ടാമത്തെ കാര്യം സാറേ, ഈ വഖഫ് ബോർഡിലെ അപ്പോയിന്റ്മെന്റുകളെല്ലാം പൈസ വാങ്ങിച്ചാണ് ഇവരെല്ലാം നടത്തുന്നത്. ഇവരുടെ വരുമാനത്തിന്റെ ഒരു വലിയൊരു സ്രോതസ് കട്ട് ചെയ്യുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് വിരോധം. ഒരു കാരണവശാലും ഇവർ പറയുന്നത് അംഗീകരിക്കരുത്. ഞങ്ങളൊക്കെ ഇതിനോടൊപ്പം കൂടെ ഉള്ള ഞങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യും. മറ്റൊരു പ്രേക്ഷകരുണ്ട്, കൊയിലാണ്ടിയിൽ നിന്നുള്ള റഷീദാണ്. റഷീദിന് ഇതിൽ ഏത് നിലപാടാണ്? പള്ളികളിൽ വേണോ രാഷ്ട്രീയം എന്ന ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യം തന്നെ തെറ്റായ രീതിയിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മതപരമായ ഒരു വിഷയം, മതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പള്ളികളിൽ നിന്നല്ലാണ്ട് വേറെ ആയിരുന്നാ പറയേണ്ടത്? അതൊന്ന് പറഞ്ഞ. താങ്കളുടെ ചോദ്യം വ്യക്തമായില്ല. അതായത് വഖഫ് എന്ന് പറയുന്നത്, വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ മതവുമായി ബന്ധപ്പെട്ടതാണ്, മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അത് ദേവസ്വം ബോർഡ് ദേവന്റെ ഉള്ള ഒരു ഇതാണത്. അത് ദേവസ്വം ബോർഡ് ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ ഒരു സംഗതി ഉണ്ടോ? ഏത് അവിടെയും ഇങ്ങനെ തന്നെയാണ്. PSCക്കാണ് നിയമന അധികാരമുള്ളത്. ആര് പറഞ്ഞു? ദേവസ്വം ബോർഡ് നിയമനത്തിന് വേണ്ടിയും പ്രത്യേകമായ ഒരു ബോർഡ് ഇപ്പോൾ ഉണ്ടാക്കേണ്ട. അവിടെയും ഇതേപോലെ തന്നെ എതിർപ്പുണ്ടായിരുന്നു. PSC മുഖേനയാണോ ദേവസ്വം ബോർഡിന്റെ നിയമനം നടക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ നിയമനത്തിനകത്ത് മാറ്റം വരുത്തിയപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് എതിർപ്പ് ഉണ്ടായത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇതിലും എതിർപ്പ് വന്നിരിക്കുന്നു. താങ്കളുടെ അഭിപ്രായം അതിനകത്ത് എന്താണ്? എന്റെ അഭിപ്രായം ദേവസ്വം ബോർഡിന്റെ, ഞാൻ പഠിച്ചിടത്തോളം ദേവസ്വം ബോർഡ് PSC മുഖേനയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മലപ്പുറത്തു നിന്നുള്ള ഹഫീസാണ്. ഹഫീസിന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? ഹലോ, താങ്കൾക്ക് പറയാം. നമ്മുടെ റഫീഖാണ്. റഫീഖ് പറയാം. വഖഫ് ബോർഡ് PSCക്ക് വിട്ട തീരുമാനം ശരിയല്ല. കാരണം മുസ്ലിം ലീഗ് മാത്രല്ല ആ പിന്നെ കമ്മിറ്റിയിലുള്ളത്. ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, മുജാഹിദ് ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് വെൽഫെയർ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. പിന്നെ ഇതിന്റെ ഈ വകുപ്പ് സ്വത്തുക്കള് ആരെങ്കിലും കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുമ്പ് ഭരിച്ചിരുന്നത് പിണറായി വിജയനായിരുന്നു. അതിന്റെ മുമ്പ് അച്യുതാനന്ദനും ഭരിച്ചിരുന്നു. അപ്പൊ ഈ സ്വത്തുക്കളൊക്കെ ആരൊക്കെ കൈവശം വെച്ചിരിക്കണെന്നുള്ളത് അത് കണ്ടുപിടിക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതും ഈ മുൻകഴിഞ്ഞ ഗവൺമെന്റിനൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഉത്തരവാദിത്തങ്ങളൊക്കെ മറച്ചു വെച്ചും കൊണ്ട് ഈ PSCക്ക് ഇത് വിട്ടത് ശരിയായില്ല. ഈ വഖഫ് ബോർഡുള്ള ജീവനക്കാർക്കൊക്കെ വിടുന്നത് ഏത് തരത്തിലാണ് മുസ്ലിം സമുദായത്തിന് ദോഷകരമായി വരുന്നതെന്നാണ് താങ്കളുടെ അഭിപ്രായം? ഇത് ദോഷകരമായി വരുന്നത് എവിടെയെന്ന് വെച്ചാല് ഇതില് നമ്മളിപ്പോ പിന്നെ മുസ്ലിം. ശരി, മറ്റു പ്രേക്ഷകരുണ്ട്. നെന്മാറയിൽ നിന്നുള്ള ഉമ്മർ ഫറൂഖാണ്. താങ്കൾക്ക് അഭിപ്രായം പറയാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഈ മുസ്ലിം ലീഗിന് അട്ടിപ്പേറ അവകാശം കൊടുത്തിട്ടില്ല മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക്, മുസ്ലിം ജനങ്ങൾക്ക്. ഇപ്പൊ ഇവര് പള്ളികളിൽ ഇങ്ങനെ പറയും എന്നൊക്കെയാണ് പറയുന്നത്. വഖഫ് ബോർഡിന്റെ കാര്യങ്ങൾ പള്ളികളിൽ ലീഗിന്റെ ആളുകൾ മാത്രമല്ല, അവിടെ CPMന്റെ ആളുകൾ ഉണ്ടാകും, കോൺഗ്രസിന്റെ ആളുകൾ ഉണ്ടാകും, BJPയുടെ ആളുകളുടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ഉണ്ടാകും. അവിടെ ആ പള്ളിയിലെ ഉസ്താദോ ഇല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഘർഷം ഉണ്ടാകാനുള്ള എല്ലാ വഴിയുമാണ് ലീഗ് ഉണ്ടാക്കുന്നത്. കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. PSCക്ക് വിട്ടതിൽ യാതൊരു തെറ്റുമില്ല. ഇവിടെ ലീഗിന്റെ കയ്യിലാണ് ഇവർ ഇത്രയും കാലം ഇതിന്റെ സ്വത്ത് വിവരണങ്ങളൊക്കെ ഉണ്ട് വഖഫ് ബോർഡിന്റെ. അപ്പൊ അത് തെറ്റായ നിലപാടാണ് ചെയ്യുന്നത്. നാട്ടില് കേരളത്തില് നല്ല രീതിയിൽ എല്ലാ ജാതികളും പള്ളിയിൽ എന്തിനാ ഇവർക്ക് രാഷ്ട്രീയം കൊണ്ടുവരേണ്ട കാര്യം? ഇവർക്ക് ലീഗ് ഓഫീസിൽ ഇരുന്നാ പോരെ, തങ്ങളുടെ വീട്ടിൽ ഇരുന്നാ പോരെ. അപ്പൊ ഇത് തെറ്റായ നിലപാടാണ്. മറ്റൊരു പ്രേക്ഷകർ കൂടിയുണ്ട്. കാലടിയിൽ നിന്നുള്ള ദേവസ്വക്കുട്ടിയാണ്. ശ്രീ ദേവസ്വക്കുട്ടി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണുള്ളത്? അത് ഈ വഖഫ് ബോർഡിന്റെ നിയമനം PSCക്ക് വിട്ടത് എപ്പോഴും ന്യായമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല്
പറയൂ. ഈ വഖഫ് ബോർഡിന്റെ നിയമനം PSCക്ക് വിട്ടത് എപ്പോഴും ന്യായമാണ്. എന്നാൽ ഈ സമ്പന്നരുടെ മക്കൾക്ക് മാത്രമാണ് അതിന്റെ ഇത് ആനുകൂല്യം കിട്ടുന്നുള്ളൂ. ഇപ്പോ സാധാരണക്കാരന്റെ കയ്യിലേക്ക് വഖഫ് ബോർഡിന്റെ നിയമനം PSCക്ക് കിട്ടുന്നത് സാധാരണക്കാർ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അവർക്ക് അതിന്റെ ആനുകൂല്യം കൂടിയും കിട്ടും. എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടും. ലീഗിന്റെ മേധാവിത്വത്തിൽ നടക്കുകയാണ്. അതിപ്പോ കാലടിയിൽ നിന്നുള്ള ദേവസ്വകുട്ടിയാണ് അഭിപ്രായം പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇനിയും ചർച്ച തുടരും. ഒരു ചെറിയ ഇടവേള. സിജോ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. സിജോ, താങ്കളുടെ നിലപാടെന്താണ്? വഖഫ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിനെതിരെ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ നമസ്കാര സമയത്ത് സർക്കാരിനെതിരെ പ്രചരണത്തിന് തുടക്കം കുറിക്കാനാണ് ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മുസ്ലിം മതസംഘടനകളുടെ തീരുമാനം. അതെന്തായാലും ഒരു തെറ്റായ തീരുമാനമാണ്. പള്ളികൾ രാഷ്ട്രീയം ഒരിക്കലും. പക്ഷെ പ്രധാനപ്പെട്ട മുസ്ലിം മതസംഘടനകൾ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതെന്തായാലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് നമ്മൾ കാണുന്നത്, ജനങ്ങൾ കാണുന്നതാണ്. അവർ പറയുന്നത് ഇത് മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതുകൊണ്ട് തന്നെ പള്ളികളിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. തെറ്റില്ല അല്ല, ശരിയല്ല. അത് രാഷ്ട്രീയം ഒരിക്കലും പാടില്ല പള്ളികളിൽ. ശരി, മറ്റൊരു പ്രേക്ഷകനുണ്ട്, മലപ്പുറത്തു നിന്നുള്ള മുഹമ്മദ് അലിയാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? ഈ വിഷയത്തിൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടി.കെ. ഹംസ ലീഗുകാരനല്ലല്ലോ, അയാൾ വഖഫ് ബോർഡിന്റെ ആളല്ലേ? അതെ. അങ്ങനെ എത്ര ആളുകളുണ്ട്? പറയൂ. ടി.കെ. ഹംസ ലീഗുകാരനല്ല. അതുപോലെ കാന്തപുരം ഉസ്താദിന്റെ ആളുകൾ സമസ്തന്റെ ആളല്ല. അവരൊക്കെ വഖഫ് ബോർഡിലുണ്ട്. എന്നിട്ട് ലീഗിന് ഇത്രയും കാലം ഭരണം CPM കിട്ടിയിട്ടും വല്ല അഴിമതി നടത്തിക്കണമെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും മതം മനസ്സിനെ വായിക്കണ കറുപ്പാണെന്ന് പറയുന്ന പോലെ ഒരു മതത്തിൽ എങ്ങനെ കൈകടത്താൻ പറ്റും നോക്കുന്ന സ്വഭാവമാണ് അവർക്ക്. ലീഗ് ഒരു പള്ളി കമ്മിറ്റിയും ലീഗ് ഭരിക്കണില്ല, അവിടെ മതങ്ങൾ തന്നെ ഭരിക്കണത്. എല്ലാ സംഘടനകളും തന്നെ പറയുന്നത്. ഇത് PSCക്ക് നിയമനം വിടുന്നത് കൊണ്ട് സാധാരണ എല്ലാ വിഭാഗം മുസ്ലിങ്ങൾക്കും പ്രയോജനമുള്ളതാണ് എന്നാണ് മറുവിഭാഗം വാദിക്കുന്നത്. ആകെ 120 ജോലിയാണ്, 120 ആൾക്ക് ജോലി കിട്ടുന്ന പണിയാണ് അവിടെ. അവിടെ ഒരു വിശ്വാസിയല്ലാത്ത CPM-കാരും ഇപ്പൊ അമ്പലത്തിൽ ചെന്ന് കണ്ട് ഇത് പ്രസാദം വാങ്ങിക്കെടുത്ത് പരിച്ചറിഞ്ഞ് അങ്ങനത്തെ ആളുകളാക്കിയാൽ എന്താ ശരിയാക്കാൻ? ശരി, മലപ്പുറത്ത് നിന്നുള്ള മുഹമ്മദ് അലി അതിശക്തമായി തന്നെ സർക്കാരിന്റെ നീക്കത്തെ എതിർക്കുകയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ഈ ചർച്ച രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയാണ്. താങ്കൾ ഈ ചർച്ച കേട്ട് കാണുമല്ലോ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? സാറേ, PSCക്ക് വിട്ടാൽ ഈ കേരളം നന്നാവുമോ? PSCയിൽ എന്താ സാറേ കാണിക്കുന്നത്? PSC കാണിക്കുന്നത് എന്താ അക്രമോ അനീതിയൊക്കെ കാണിക്കുന്നത്? മതങ്ങളുടെ വഴിക്ക് വിടണം. അവരുടെ മതത്തിലൊന്നും കയറി കൈകടത്തേണ്ട കാര്യമില്ല. ഒരു മതത്തിലും ഹിന്ദു സമുദായമാണല്ലോ മുസ്ലിം സമുദായമാണല്ലോ. PSC അത്യാവശ്യം കേരളത്തിൽ ഒരുവിധം വലിയ ചീത്തപ്പേരില്ലാതെ ഒരുവിധം നന്നായി നടന്നു പോകുന്ന സ്ഥാപനമല്ലേ PSCയോ? ആര് പറഞ്ഞു? നിങ്ങൾ ഈ കഴിഞ്ഞ ചർച്ചകളൊക്കെ നമ്മൾ നടത്തിയതെല്ലാം മറന്നുപോയോ? കത്തിക്കുത്ത് കേസ് പ്രതിയും അതുപോലെ ആക്ഷേപങ്ങളില്ലെന്നല്ല, സാധാരണഗതിയിൽ കാര്യമായ ആക്ഷേപങ്ങളില്ലാതെ നടന്നു പോകുന്ന ഒരു സ്ഥാപനമല്ലേ, ഒരു വിശ്വാസ ആക്ഷേപങ്ങളിൽ അർഹതപ്പെട്ടവന് ജോലി കിട്ടുന്നുണ്ടോ സാറേ? ഉണ്ടെങ്കിൽ ഈ വഴി കിടന്ന് സമരം ചെയ്യേണ്ടതും നാട്ടിൽ കിടന്ന് മുട്ടയിടേണ്ട കാര്യം എന്നായിരിക്കുന്നു. ഇതെന്തിനാ ഈ മതങ്ങളിൽ കയറി കൈ കടത്തുന്ന കാര്യമില്ല. ഇത് ഹിന്ദു സമുദായം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അന്ന് എല്ലാവരും എഴുതു. അന്ന് ഹിന്ദുക്കാർ പറഞ്ഞു എല്ലാവരെയും ഇവന്മാർ കൈയടക്കുന്നു. അപ്പൊ അത് മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്രിസ്ത്യാനികളെ ഓരോരുത്തരും പിടിച്ച് കൈയടക്കി വെക്കും. ശരി, അതിന്റെ ആവശ്യമില്ല. അവരുടെ ഒരു സമുദായത്തിന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കാസർഗോഡ് നിന്നുള്ള ഇർഷാദാണ്. ഇർഷാദിന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? ഇത് ഈ പള്ളിയായാലും അമ്പലമായാലും ക്രിസ്ത്യൻ ചർച്ച ആയാലും അതിലേക്ക് ഒരിക്കലും രാഷ്ട്രീയം കണ്ടെത്താൻ വേണ്ടി പാടില്ല. അമ്പലത്തിലേക്കായാലും പള്ളിയിലേക്കായാലും ചർച്ചിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോകുന്നുണ്ട്. ഇന്നലെ ഒരു പാർട്ടിയുടെ നേതാവ് പറയാണ് ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിൽ ഇതിന് സർക്കാരിനെതിരെ ഇത് കൊണ്ടുവരുമെന്ന. അപ്പോ ആ പള്ളിക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാരനും പോകുന്നുണ്ട്, കോൺഗ്രസ്സുകാരനും പോകുന്നുണ്ട്, ഇത് പറയുന്ന പാർട്ടിയുടെ അണികളും പോകുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ ആരാധനാലയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ അത്തരത്തിലൊരു ഉദ്ദേശം പാടില്ല. മതപരമായ ആരാധനാലയങ്ങളിൽ രാഷ്ട്രീയം കൊണ്ടുവരരുത് എന്നുള്ള അഭിപ്രായമാണ് താങ്കളുടെ അല്ലേ? മഞ്ചേശ്വരം MLA അടക്കം മുൻ MLA അടക്കം വഖഫ് ഭൂമി ഇവര് എന്ത് അടിസ്ഥാനത്തിലാണ് വഖഫ് ഭൂമിയുടെ കാര്യം പറയുന്നത്? മഞ്ചേശ്വരം MLA കൂടിയുണ്ട്. മഞ്ചേശ്വരത്തു നിന്നുള്ള സുരേന്ദ്രനാണ്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് പറയാം. ഞാൻ തൃശ്ശൂരാണ്. പറയൂ. എനിക്ക് പറയാനുള്ളത്, ഈ
മുസ്ലിം ലീഗ് BJP ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം BJPയും ഇതേ അഭിപ്രായം തന്നെ പറയുന്നത്. മുസ്ലിം ലീഗും ഇതേ തന്നെ. ഒരു മുസൽമാനും ഈ PSCക്ക് വിട്ടുകൊണ്ട് യാതൊരു തരത്തിലും ഒരു നഷ്ടവും സംഭവിക്കില്ല. കാരണം അവരുടെ സമുദായത്തിൽ നിന്നുള്ള ആളുകൾക്ക് തന്നെയാണ് കിട്ടുന്നത്. ഇതേമാതിരി തന്നെയാണ് ഇപ്പൊ ദേവസ്വം ബോർഡ്, മറ്റുള്ള ക്രിസ്ത്യപ്പെ അവിടെയൊക്കെ അഴിമതികളാണ്. ഇപ്പൊ അങ്കമാലി രൂപതയില് ഇവരൊക്കെ ഈ മതമേലാധ്യക്ഷന്മാരെന്ന് പറയുന്ന അതനുസരിച്ച് മാത്രം നടക്കുക. അവിടെയൊക്കെ അഴിമതികൾ. അപ്പൊ വഖഫ് ബോർഡിൽ നമ്മൾ കണ്ടു. ഇനി ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവിടെയുള്ള പ്രതിഷ്ഠകളൊക്കെ മാറ്റി ഇവർക്ക് കയറിയിരിക്കും ഒരു കാലഘട്ടം വരും. അപ്പൊ അതില്ലാതിരിക്കാനായിട്ടാണ് BJP ഇത്. ഒരു യഥാർത്ഥ ഭക്തന് അല്ലെങ്കിൽ വിശ്വാസിക്ക് ഒരിക്കലും ഇതുകൊണ്ട് ഒരു നഷ്ടം സംഭവിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരൂരിൽ നിന്നുള്ള ബഷീറാണ്. ബഷീർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? വിഷയത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് രണ്ടാമത്തെ തുടർ ഭരണം കിട്ടിയപ്പോ മുസ്ലിം ലീഗിന് ഭരണം നഷ്ടപ്പെട്ടതിന്റെ വെപ്രാളത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പള്ളി എന്ന് പറയുന്നത് ആരാധന, അത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. മുസ്ലിം ലീഗിന് രാഷ്ട്രീയം പറയാനുള്ളതല്ല പള്ളി. മുസ്ലിം ലീഗ് RSSനെ പോലെ വർഗീയത ഉണ്ടാക്കി ഇവിടെ കലാപം ഉണ്ടാക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മുസ്ലിം ലീഗിന്റെ ഇതിനെതിരെ സർക്കാർ എന്ത് വില കൊടുത്തും ഇതിനെ നേരിടും. കാരണം മുസ്ലിങ്ങളെ മൊത്തം കാര്യം മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് മുസ്ലിം ലീഗ് വർഗീയത ഉണ്ടാക്കി ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. അതിന് ശക്തമായിട്ട് തന്നെയാണ് സർക്കാർ നേരിടുക തന്നെ ചെയ്യും. അപ്പൊ അതാണ് മുസ്ലിം ലീഗിന്റെ അവസ്ഥ. കാരണം മുസ്ലിം ലീഗിന് ഭരണം നഷ്ടപ്പെട്ടു. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കോഴിക്കോട് നിന്നുള്ള മുഹമ്മദാണ്. മുഹമ്മദിന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? മറ്റൊരു പ്രേക്ഷകനുണ്ട്, ഇടുക്കിയിൽ നിന്നുള്ള മണിയാണ്. മണി, ചർച്ച കേട്ട് കാണുമല്ലോ, മണിക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, ഇത് ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം PSCക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ തട്ടിപ്പും വെട്ടിപ്പും മൊത്തം പുറത്തു വരും. ഹലോ, കേൾക്കാം, പറയൂ. അതുകൊണ്ടാണ് അവർ എതിർക്കുന്നത് എന്നാണ് പറയുന്നത്. അതാണ് ഒന്ന്. രണ്ടാമത് അവർ തന്നെ പറയുന്നത് വഖഫ് ബോർഡും PSCക്ക് വിട്ട് കഴിഞ്ഞാലും ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, കാസർഗോഡ് നിന്നുള്ള ജിജോയാണ്. ജിജോ, പറയാം. ഹലോ ജിജോ, പറയൂ. ഇത് തീർത്തും ഗവൺമെന്റ് ഈ അധികാരത്തിൽ കയറി അന്നോട്ട് ഓരോ മതസംഘടനകളിലും മുകളിൽ വലിക്കേണ്ട ആവശ്യമില്ല. കാരണം വിശ്വാസം ഇല്ലാത്തവരാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. പിന്നെ എന്തിനാണ് ഇവർ ഈ മതത്തിന്റെ മുകളിൽ കയറുന്നത്? ഇവർ PSCക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, DYFIക്കാർക്കും മാർക്സിസ്റ്റുകാരുടെ മറ്റുള്ളവർക്കും അല്ലാതെ ഇതിൽ PSCയിൽ ഒന്നും കിട്ടില്ല. കാരണം നമ്മൾ ഓരോന്നും കണ്ടിട്ടുണ്ട്. ഇപ്പൊ PSCക്ക് വിട്ടിട്ട് എന്ത് സത്യസന്ധമായ രീതിയിലാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുള്ള കായിക താരങ്ങൾ മുട്ടിലഴഞ്ഞും ഒക്കെ നടക്കുന്നത്. എന്ത് PSC, എന്ത് സത്യസന്ധതയുള്ളത്? ഇതിപ്പോ നിരീശ്വരവാദികളായ കുറച്ച് പാർട്ടിക്കാര് എല്ലാം കുട്ടിച്ചോറാക്കാൻ വേണ്ടി വിശ്വാസമില്ലാത്തവനെ പിടിച്ച് ഓരോരുത്തരുടെ മുൻപിൽ നിർത്തിയിട്ട് എന്താ കാര്യം? ദൈവത്തെ വിശ്വാസമല്ല. ഇപ്പൊ ശബരിമല ഇതിൽ തന്നെ ദൈവത്തെ വിശ്വാസമില്ലാത്ത അവരെല്ലാം ഒരിക്കലും ഈ മതങ്ങളുടെ പേരിൽ ദൈവത്തിന്റെ കയ്യിലൊന്നും ഈ വിശ്വാസമില്ലാത്തവരെ പിടിച്ച് ആക്കാൻ പാടില്ല. ശരി, സർക്കാർ നീക്കത്തെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ് ജിജോ, കാസർഗോഡ്. മറ്റു പ്രേക്ഷകനുണ്ട്, ചാക്കോയാണ്. ചാക്കോ, താങ്കൾക്ക് പറയാം. ഇന്നലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറയാണ്, വെള്ളിയാഴ്ച പള്ളികളില് ഞങ്ങൾ ഇതിനെതിരെ ഇമാമുകളെ വെച്ചിട്ട് ഇതിനെതിരെ പ്രബോധനം നടത്തും. എന്തടിസ്ഥാനത്തില്? മുസ്ലിം കേരളത്തിലെയോ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വെട്ടിപ്പവകാശം ആരെ ആ മുസ്ലിം ലീഗുകാർക്ക് ഏൽപ്പിച്ചത്? മുസ്ലിം ലീഗ് ഒരു പാർട്ടി അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു പാർട്ടി മാത്രമാണോ പള്ളിയിലേക്ക് പോകുന്നത്? കോൺഗ്രസുകാർ പോകുന്നില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ പോകുന്നില്ലേ? ഒരിക്കലുമല്ല. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതായത് സംഘടനകൾ പറയാം, പുറത്തു വെച്ച് പറയാം. അല്ലെങ്കിൽ ഒരു ആരാധനയുടെ അകത്ത് ചെന്നിട്ട് ഞങ്ങൾ അതിനെ ഇതാക്കും എന്ന് പറയുന്ന ലീഗിന് ആരാ അവകാശം കൊടുത്ത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള അവകാശം ആരാ ലീഗുകാർക്ക് കൊടുത്ത്? ഇപ്പൊ തന്നെ ഇന്ന് കാണുന്നു അതേ ലീഗിൽ തന്നെ രണ്ടഭിപ്രായം വന്നിരിക്കുന്നു. ഇന്ന് നോക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അപ്പോ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, സാനു ആണ്. സാനു, താങ്കൾ ഇതിൽ ഏത് പക്ഷക്കാരനാണ്? ഈ മുസ്ലിം ലീഗിന് എന്ത് അധികാരമുണ്ട്? മുസ്ലിം ലീഗിന് ഇങ്ങനെ പള്ളികളില് രാഷ്ട്രീയം പറയാനുള്ള അധികാരം മുസ്ലിം ലീഗിന് ആരാണ് കൊടുത്തിരിക്കുന്നത്? പള്ളികളൊന്നും മുസ്ലിം ലീഗിന്റെ കുത്തകയല്ലല്ലോ. മുസ്ലിം ലീഗിന് കുത്തകയാണോ പള്ളികളിൽ? ഇവരുടെ ഉദ്ദേശം ഇവർക്ക് മുസ്ലിം ലീഗിന് അധികാരം വേണം. മുസ്ലിം ലീഗിന് അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് നിൽക്കാൻ പറ്റില്ല. രണ്ടാം വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായതുകൊണ്ട് രണ്ടാം ഭരണം കിട്ടിയപ്പോൾ മുസ്ലിം ലീഗിന്റെ
സമനില വെച്ചിരിക്കുക. അവർക്ക് എങ്ങനെയും ഭരണം പിടിക്കണം. അതിനിവിടെ കലാപം ഉണ്ടാക്കണം, മുസ്ലിം പള്ളി മുഖേന കലാപം ഉണ്ടാക്കണം. അതാണ് മുസ്ലിം ലീഗിന്റെ ഉദ്ദേശം. അല്ലാതെ മുസ്ലിം ലീഗിന് എന്ത് അധികാരമുണ്ട്? മുസ്ലിം ലീഗ് ആരെങ്കിലും ലീഗ് നിലപാടിനെ ശക്തമായി തന്നെ വിമർശിക്കുകയാണ് എറണാകുളത്തു നിന്നുള്ള സാനു നവാബ്. മറ്റൊരു പ്രേക്ഷകനുണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള അബ്ദുൽ ലത്തീഫാണ്. അബ്ദുൽ ലത്തീഫ്, താങ്കളുടെ നിലപാട് എന്താണ്? എന്റെ നിലപാട് തികച്ചും വളരെ സത്യസന്ധമായ ഒരു കാര്യത്തെ അവതരിപ്പിക്കലാണ് പള്ളികളിലൂടെ ചെയ്യുന്നത്. നീതിയില അധിഷ്ഠിതമായ ഒരു സത്യത്തിന് വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിന്റെ പോരാട്ട വേദിയാണ് മിമ്പറുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് നിയമനങ്ങൾ PSCക്ക് വിടുക എന്നുള്ളത് തന്നെ തികച്ചും തെറ്റായ നടപടിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എയ്ഡഡ് മേഖലയിലേക്ക് എന്തുകൊണ്ട് PSCയെ ചേർക്കുന്നില്ല? എയ്ഡഡ് മേഖലയിലേക്കല്ലേ PSC വരേണ്ടത്? അതേപോലെ തന്നെ ദേവസ്വം ബോർഡിലേക്കല്ലേ PSC കടന്നു ചെല്ലേണ്ടത്? അപ്പൊ എല്ലാവിധ തലത്തിലുള്ളതിനും PSC നിർബന്ധമാണെങ്കിൽ മാത്രമേ വഖഫ് ബോർഡ് സെൻട്രൽ ആക്ട് പ്രകാരമുള്ള ഒരു വഖഫ് ബോർഡിലെ നിയമനങ്ങൾ PSCക്ക് വിടുന്നതിനോട് ശക്തമായി വിയോജിക്കുകയാണ് തൃശ്ശൂരിൽ നിന്നുള്ള അബ്ദുൽ ലത്തീഫ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, തില്ലങ്കേരിയിൽ നിന്നുള്ള ശശിയാണ്. താങ്കൾക്ക് പറയാം. അല്ല, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഈ പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അകത്തൊരു വർഗീയതയുണ്ട്. പിന്നെ ഈ ഭീകര സംഘടനയായ SDPI പോലും പിന്നെ ഈ പേരിൽ വരുന്നില്ല, മുസ്ലിം ലീഗ് എന്നാ പറയുന്നത്. ഓർക്ക് പള്ളികൾ കയറിയിട്ട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? പിന്നെ ഈ PSCന്റെ വിശ്വസ്തത കംപ്ലീറ്റ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ സർക്കാർ. കാരണം എന്താ വെച്ചാല് പിന്നെ നിങ്ങൾ കണ്ടില്ലേ, 1ഉം 2ഉം റാങ്ക് നേടിയവർക്ക് പിന്നെ ലാസ്റ്റ് പരീക്ഷ 0 പിന്നെ മാർക്ക് കിട്ടിയ. അതുപോലെ തന്നെ ഈ വഖഫ് ബോർഡിനെ PSCയിൽ പെടുത്തുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പെടുത്തണം. ദേവസ്വം ബോർഡിന് പ്രത്യേകം ഇതാക്കണ്ട. ഇത് അതുപോലെ ദേവസ്വം ബോർഡ് പോലെ തന്നെ ഇവരെ പിന്നെ പള്ളികളെ എല്ലാ പള്ളികളും ഏറ്റെടുത്തിട്ട് നടത്തുന്ന സർക്കാരിന്റെ അധികാരമുണ്ടോ? സർക്കാർ വഖഫ് ബോർഡിനെ അപ്പാടെ PSCനെ വിടുന്നത് നിന്നുള്ള ശശിയാണ് അഭിപ്രായം പറഞ്ഞത്. മുസ്ലിം സംഘടനകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളതുപോലെ തന്നെ നമ്മോട് പ്രതികരിച്ച പ്രേക്ഷകർക്കിടയിലും വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. PSCക്ക് വിടുന്നതിനെ അതിശക്തമായി തന്നെ യോജിക്കുകയും സർക്കാർ നിലപാടിനെ അംഗീകരിക്കുകയും ഒരു വിഭാഗം പ്രേക്ഷകർ ചെയ്തപ്പോൾ മറുവിഭാഗം പറയുന്നത് ഇത് ഒരു മതത്തിൻ്റെ അധികാരത്തിന് മേലുള്ള സർക്കാരിൻ്റെ കൈകടത്തലാണ്, ഇതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കും എന്നാണ്. എന്തായാലും നാളെയും മറ്റൊരു വിഷയത്തിൽ ന്യൂസ് 18 പൊതുവേദി ചർച്ച തുടരും.